ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ മൈസൂർ ട്രിപ്പിൻ്റെ ലാസ്റ്റത്തെ ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഡ്രസ്സ് മാറി കുളിച്ച് കുട്ടപ്പന്മാരായിട്ട് നേരെ നമ്മൾ കുർബാനയ്ക്ക് പോവാണ് കേട്ടോ. സെൻറ്റ് ഫിലോമിന ചർച്ചിലേക്കാണ് നമ്മൾ പോണത്. നമ്മൾ നടന്നിട്ടാണ് പള്ളിയിൽ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ താമസിക്കണതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ സെൻറ്റ് ഫിലോമിന ചർച്ച്. ഇത്തിരി നടക്കാനുള്ള വഴിയുള്ളൂ. അപ്പോൾ നമ്മളവിടെ ചെല്ലുന്നപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചേക്കാണ്. പുതിയ ഗേറ്റ് പണിയാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. നമ്മൾ കൂടിയത് തമിഴ് മാസമായിരുന്നു കേട്ടോ. നമുക്ക് തമിഴ് അറിഞ്ഞിട്ടില്ല, അതിന് പിന്നെയും കുറച്ചുകൂടി മനസ്സിലാവുമല്ലോ എന്ന് വെച്ചിട്ട് കയറിയതാണ്. പിന്നെ ഇതാണ് സെൻറ്റ് ഫിലോമിന ചർച്ച് കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഹോട്ടലിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നമ്മൾ യൂഷ്വലായിട്ട് ഉണ്ടായിരുന്ന സെയിം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു തന്നെയായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ വിശാലമായിട്ട് ഫുഡ് എടുത്തിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കൈയൊക്കെ കഴുകി നേരെ നമ്മൾ ഇന്നത്തെ ലാസ്റ്റത്തെ മിനിറ്റ് ഒരു പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ദേവരാജ മാർക്കറ്റിലേക്ക് പോകാൻ കേട്ടോ. അപ്പം ഞാൻ അമ്മ ചേച്ചി അമ്മൂസ് കൂടിയിട്ട് ഓട്ടോയിലാണ് നമ്മൾ ദേവരാജ മാർക്കറ്റിലേക്ക് പോകണത് കേട്ടോ. ഓട്ടോയിൽ കയറിയ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഹിന്ദിയും തെലുങ്കും കന്നഡയും എനിക്കറിയാത്ത ഭാഷകൾ മാത്രമേ അയാൾക്ക് അറിയുള്ളൂ. ഇതൊന്നും നിങ്ങൾ കേട്ടു കേട്ടോ. നിങ്ങളുടെ സംഭാഷണം നമ്മുടെ മൈസൂർ പാലസിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ ഈ ദേവരാജ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ദേവരാജ മാർക്കറ്റിലേക്ക് നമ്മൾ കാറിൽ പോണ സമയത്ത് നമ്മൾ അവിടെ പോയി ചെറുതായിട്ടൊന്ന് പർച്ചേസിങ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ ഈ വട്ടം ഓട്ടോയിൽ പോയിട്ട് പർച്ചേസ് ചെയ്തത് കേട്ടോ. ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അവിടെ നിന്ന്. അതൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ മെയിനായിട്ട് മേടിക്കാൻ പോയത് സ്വീറ്റ്സാണ്. ഇതവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ സ്വീറ്റ്സിൻ്റെ. ഒരു 1000-1200 രൂപയ്ക്കുള്ള സ്വീറ്റ്സ് മേടിച്ചിട്ടുണ്ട്. 1/4 കിലോന് 150, അര കിലോന് 300 രൂപയാണ്. അങ്ങനെ നമ്മൾ ദേവരാജ മാർക്കറ്റിലത്തെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്ന് അപ്പോഴേക്കും നമുക്ക് ചെക്കൗട്ട് ചെയ്യുന്ന സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 12 മണിയായപ്പോൾ റൂമിൽ നിന്നും ചെക്കൗട്ട് ചെയ്ത് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലേക്ക് വണ്ടിക്ക് താങ്ങാൻ പറ്റാത്ത അത്ര ലഗേജ് തിരിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വണ്ടിയുടെ ബാക്കിലാണ് ഇരിക്കുന്നത്. അത് കാരണം എനിക്കധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മുടെ മൈസൂർ പാലസിനോട് യാത്ര പറഞ്ഞ് നമ്മൾ പോവാണ് കേട്ടോ. നമ്മളിപ്പം മൈസൂരിൽ നിന്ന് ഇറങ്ങിയിട്ടോ. നമ്മൾ ബന്ദിപ്പൂർ കാട് വഴിയാണ് നമ്മൾ വീട്ടിലേക്ക് പോണത് കേട്ടോ. ബാക്കിൽ മൊത്തം ലഗേജാണ്, നിറച്ചിട്ടേക്കാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളെ ഇടയിൽ ഫുഡ് കഴിക്കാനൊക്കെ നിർത്തുമായിരിക്കും. അപ്പം കാണിക്കും. വണ്ടിയിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ണ് തുറക്കുന്നത് ഫുഡ് കഴിക്കാൻ വണ്ടി നിർത്തിയപ്പോഴാണ് കേട്ടോ. നമ്മളെല്ലാവരും നോർമലായിട്ട് മീൽസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു പോണത് ബന്ദിപ്പൂർ കാട് വഴിയാണ് കേട്ടോ. പോണ വഴിക്ക് കുറേ മാൻകുട്ടികളെയും മാൻകൂട്ടങ്ങളെയും പിന്നെ കുറേ മയിൽ, കാട്ടുപന്നി ഇതിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്ന് തിരിച്ച് അങ്ങോട്ട് മൈസൂർക്ക് പോയിട്ടുണ്ടായിരുന്നത് സത്യമംഗലം കൂടിയിട്ടായ കാരണം നമുക്ക് അധികം മൃഗങ്ങളെയൊന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആനയുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കിയതാണ്. അപ്പോൾ 2-3 ആനയും കുറേ മനുഷ്യന്മാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കാട്ടിലത്തെ ആൾക്കാർ വളർത്തണമെന്നാണോ എന്ന് നമുക്കറിയില്ല. പിന്നെ കാടിൻ്റെ ഉള്ളിൽ പറമ്പിൻ്റെ ഉള്ള ആനേനെ കണ്ടു എന്നൊക്കെ അമ്മൂസ് പറയുന്നുണ്ട് കേട്ടോ. പിന്നെയാണ് നമ്മൾ നോക്കിയപ്പോൾ ഒരു ആനേനെ കണ്ടു. അതിൻ്റെ മുകളിലാണെങ്കിൽ ഒരു മനുഷ്യന് കയറിയിരിക്കുന്നുണ്ട്. ഈ വട്ടത്തിൽ കാണുന്നതാണ് ആ സംഭവം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ മാനുകളെയും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇടയിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഗൂഡല്ലൂർ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നിലമ്പൂർ കൂടി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ നമ്മളൊരു 10 മണി 12 മണി ആയോടുകൂടി നമ്മുടെ വീട്ടിലെത്തിയിട്ടാണ്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.